കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞിരുന്നു, കേരളത്തെ മതപരമായി വർഗീയമായി ഭിന്നിപ്പിച്ചുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മുടെ മുമ്പിൽ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള വിവാദങ്ങളുണ്ട്. അതിൽ തീയ മുസ്ലിം മതവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ഒരു താല്പര്യങ്ങൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ചു. അതിനുശേഷം പാലക്കാടേക്ക് വരുമ്പോൾ അവിടെയുള്ള യഥാർത്ഥ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ, സാധാരണക്കാരൻ്റെ ഇപ്പോൾ നെൽകർഷകർക്ക് വില കിട്ടാത്തതിനെക്കുറിച്ച്, അവിടെയുള്ള ടൗൺ ഹാളിൻ്റെ പണി തീരാത്തതിനെക്കുറിച്ച്, അവിടെ സ്കൂളുകളിലെ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതിനെക്കുറിച്ച്, ചേലക്കരയിലെ റോഡുകൾ കൃത്യമായി പണിയാത്തതിനെക്കുറിച്ച്, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ അവഗണിക്കപ്പെടുകയും അവിടെ മതപരമായി മാത്രം ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് എങ്ങനെ വോട്ട് നേടാമെന്നുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു പ്രത്യേകിച്ചു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞാൻ വ്യക്തമായി നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ പത്രങ്ങളുടെയൊക്കെ വാർത്ത നോക്കുമ്പോൾ അതിൽ ഭീകരമായിട്ടുള്ളൊരു പരസ്യം വന്നിരിക്കുന്നു. ആ പരസ്യം കൊടുത്തിട്ടുള്ളത് CPM ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM ഇലക്ഷൻ കമ്മീഷൻ അനുമതിയില്ലാതെയാണ് പരസ്യം കൊടുത്തേക്കുന്നത്. സാധാരണ ഇലക്ഷൻ മത്സരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവരുടെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ മീഡിയ സെല്ലിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയും അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് അനുമതി നൽകുകയും ഏറ്റവും ഒടുവിൽ അത് കളക്ടർ അനുവദിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയൂ. അത്തരത്തിൽ അനുമതി പോലും മേടിക്കാതെ ഇന്നത്തെ 2 പത്രങ്ങളിൽ ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു പരസ്യം CPM കൊടുത്തിരിക്കുന്നു. അത് 2 പത്രങ്ങളും 2 സമസ്തയുടെ പത്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന സമസ്ത വിഭാഗമായിട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം സുപ്രഭാതം എന്ന് പറയുന്ന അവരുടെ മുഖപത്രം, അതിലാണ് ഒരു വർണ്ണത്തിൽ പരസ്യം വന്നേക്കുന്നത്. രണ്ടാമത്തെ പരസ്യം വന്നേക്കുന്നത് സിറാജ് എന്ന് പറയുന്ന പത്രത്തിലാണ്. അത് കാന്തപുരം വിഭാഗത്തിൻ്റെ, സുന്നികളുടെ തന്നെ വേർതിരിഞ്ഞു പോയ കാന്തപുരം വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള പത്രത്തിലാണ്. ഈ പത്രത്തിൽ 2 വന്നേക്കുന്ന പരസ്യത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് സരിൻ തരംഗം എന്നാണ്. ഈ പരസ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡ്വർട്ടോറിയൽ എന്നൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ പരസ്യമാണെന്ന് പെട്ടെന്ന് ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതിൻ്റെ താഴെ ചെറിയ തോതിൽ ഇതൊരു മാർക്കറ്റിംഗ് സപ്ലിമെൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണെന്നോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു പത്രത്തിൻ്റെ രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളൊരു പത്രമാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാം. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് സരിൻ തരംഗം എന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഹൃദയമിടിപ്പറിയുന്ന സ്റ്റെതസ്കോപ്പുമായി ഡോക്ടർ സരിൻ പാലക്കാടിൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷ ഉപേക്ഷിച്ച് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയ ഈ യുവ ഡോക്ടർ പെട്ടെന്നാണ് പാലക്കാടിൻ്റെ ഹൃദയഭാജനമായി മാറിയത്. പഠനത്തിൽ എന്നും ഒന്നാമനായിരുന്നു സരിൻ. എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടി മെറിറ്റിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം ലഭിച്ചത് എന്ന് മുതൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ഡോക്ടറാണ് എന്നും അവർ ജീവിത പങ്കാളിയായിട്ടുള്ള സൗമ്യ സരിൻ അറിയപ്പെടുന്ന ഒരു ശിശുരോഗ വിദഗ്ധയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ്സിലേക്ക് ജോയിൻ ചെയ്ത ഈ KK ബാലനൊക്കെ ക്രിസ്റ്റൽ ക്ലിയറാണ്, സഖാവായിരിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് സന്ദീപ് വാര്യർ എന്നാണ്. സന്ദീപ് വാര്യർ ഗണവേഷത്തിൽ നിൽക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ കൊടുത്തേക്കുന്ന ഹെഡിങ് ഇതാണ്, ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ് ഇട്ടേക്കണത്. കേരള സമൂഹത്തിൽ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും സന്ദീപ് വാര്യർ നടത്തിയ വിദ്വേഷ പ്രചാരണങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞ് ചില വിദ്വേഷ പ്രചരണങ്ങൾ കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന്, പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നതാണ് ഏക പോംവഴി എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ് തന്നെയാണ്. അതിലൊരു 3000 എണ്ണമോ 4000 എണ്ണമോത്തിനൊക്കെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം, ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങിക്കോളും എന്ന് പറയുന്ന പോസ്റ്റുകളൊക്കെയാണ്. ഇത് സന്ദീപ് വാര്യർ ഇട്ടതൊക്കെ തന്നെയാണ്, സംശയമില്ല. ഇത് പിന്നെ കൂടാതെ കൊടുത്തേക്കണത്, ഞങ്ങൾ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് 11 വെള്ളിച്ചിലകൾ അയച്ചു. മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി കമൽനാഥ്, അതായത് മധ്യപ്രദേശിലെ ഏറ്റവും വലിയ കോൺഗ്രസ് ലീഡറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇതുപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത തെറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ മനോരമ ന്യൂസിൽ ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അയ്യപ്പദാസിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും കൂടി കൊടുത്തിട്ടുണ്ട്. അയ്യപ്പദാസ് മനോരമയിലെ ആങ്കറാണല്ലോ. എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം, ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നു എന്നല്ലേ ഉള്ളൂ എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്. ബാബറി മസ്ജിദ് തകർത്തതിനെ എതിർത്തവരെ കീടങ്ങളാക്കി സന്ദീപ് വാര്യർ എന്നാണ്. പിന്നെ സന്ദീപ് വാര്യരുടെ മറ്റൊരു പോസ്റ്റ് കൂടിയാണ്, അടിവരയിട്ട് പറയുന്നു CAA കേരളത്തിലും നടപ്പാക്കും. പിന്നെ അടുത്ത ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത്, ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്തെ ഇസ്ലാമിക്കാരും SDPക്കാരും പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പരസ്യം അവസാനിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സന്ദീപ് വാര്യർ ആദ്യം പോകാൻ ഉദ്ദേശിച്ചിരുന്നത് CPM-ലേക്കാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ CPM-ലേക്ക് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് MP രാജേഷ് പറഞ്ഞിരുന്നത്. നമ്മുടെ AK ബാലൻ, അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള AK ബാലൻ, കേന്ദ്ര കമ്മിറ്റി മെമ്പറുമാണ് CPM-ൻ്റെ. അദ്ദേഹം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സഖാവാകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കിട്ടാതെ പോയ കോൺഗ്രസ്സിലേക്ക് പോയ സന്ദീപിന് അദ്ദേഹം ആ നിലപാടുകളെല്ലാം തള്ളിപ്പറയുകയും അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ ഐഡിയോളജി തന്നെ അത്തരത്തിലുള്ള ആശയം തന്നെ ഉപേക്ഷിക്കുകയും അദ്ദേഹം അവിടെ വിദ്വേഷമാണ് പരത്തുന്നത് എന്ന് പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പഴയ സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കിയെടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇതിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു ഇലക്ഷനിൽ ഒഫീഷ്യലി ഔദ്യോഗികമായി ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. അതും പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലോട്ട് മാത്രം പ്രചാരമുള്ള രണ്ട് പത്രങ്ങളാണ്, ഒന്ന് സുപ്രഭാതവും സിറാജും. അപ്പോൾ അത്തരം പത്രങ്ങളിൽ അത്തരം ആളുകളുടെ ഇടയിലോട്ട് മാത്രം ഇതെത്തുക എന്ന് പറയുന്നൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പിരായേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് ഇവിടെ. ആ പഞ്ചായത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ UDF-ന് 6201 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 6388 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് മറ്റേ നഗരസഭയിൽ BJP-ക്കായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാവുക, NDA-ക്കായിരിക്കും. അതേസമയം പിരായേരി പഞ്ചായത്തിലേക്ക് വരുമ്പോഴേക്കും കൃത്യമായിട്ട് UDF-നായിരിക്കും വലിയ ഭൂരിപക്ഷം ഉണ്ടാവുക. ആ ഭൂരിപക്ഷം കൊണ്ട് തന്നെ ഈ നഗരസഭയിൽ കിട്ടുന്ന ഭൂരിപക്ഷത്തെ അവർക്ക് മറികടക്കാൻ പറ്റും. അപ്പോൾ ആ വോട്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് രണ്ട് പഞ്ചായത്തുകളുള്ളത് ഒന്ന് മാത്തൂരും ഒന്ന് കണ്ണാടിയുമാണ്. അവിടെയൊക്കെ വലിയ ഭൂരിപക്ഷമില്ല, ഏതാണ്ട് 3 പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 200-300 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വോട്ടുകളെ പിടിക്കുക എന്നുള്ളത് കണക്കുകൂട്ടി വളരെ കൃത്യമായി ഒരു വർഗീയ അജണ്ടയോടുകൂടി കൊടുത്തിട്ടുള്ള പരസ്യമാണ് CPM-ൻ്റെ എന്ന് പറയാതെ വയ്യ. CPM ഇതിനേക്കാളൊക്കെ വലിയ തറപ്പണികൾ പലതും കാണിക്കാറുണ്ട്. അതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി വലിയ തോതിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് CPM നടത്തിയിട്ടുള്ള ഒരു ഹർത്താലിൽ എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ അവർ ഈയം ഉരുക്കി ഒഴിച്ചത് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ താക്കോലിനകത്ത്, അന്ന് പണ്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഈ പലകകൾ വെച്ചടച്ചിട്ട് വലിയ താക്കോലാണ് ഉണ്ടാവുക. അപ്പോൾ ആ താക്കോലിനകത്ത് ഈയം ഉരുക്കി ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ താക്കോൽ ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കടയൊന്നും തുറക്കാൻ പറ്റില്ല. പിന്നെ ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീ, അവർ NH-ലേക്ക് പടികൾ കയറി മുകളിലേക്ക് വരുമ്പോൾ അവരെല്ലാ ഹർത്താലിനും ജോലിക്ക് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ പുറത്തേക്ക് ചാണകവെള്ളം ഒഴിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു ചെറിയ മറ്റേ കാഫർ വിവാദവും ഒക്കെ പോലെ തന്നെയുള്ള ഒരു ചെറിയ തറപ്പണിയാണ് ഈ പറയുന്ന സുപ്രഭാതത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ സിറാജ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ കേസിലൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് CPM ചെയ്തേക്കുന്നത്. എന്നെ അമ്പരപ്പിച്ച കാര്യമെന്ന് പറയുന്നത് ഇതിന് ഒരു അനുമതി പോലും കൃത്യമായി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് മേടിച്ചിട്ടില്ലെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഒരു നിയമപരമായ ചട്ടലംഘനമാണ്. കൂടാതെ BJP-യൊക്കെ ഇവിടെ വർഗീയത പടർത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീയ ചേരിതിരിവിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM സഖാക്കൾ, നിങ്ങളിപ്പോൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു 5-10 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം വലിയ വൃത്തികേടുകൾ കാണിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, K. സുരേന്ദ്രൻ വന്നിരുന്നിട്ട് മുനമ്പം ഇഷ്യൂവിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മറ്റ് മതമേലധ്യക്ഷന്മാരെ തട്ടിൽ പിതാവിനെ കാണാത്തതും ക്ലിമ്മീസ് ബാവയെ കാണാത്തതും എന്നൊക്കെ ചോദിച്ച്, അതുപോലെ തന്നെ ഘടകകക്ഷി നേതാവായിട്ടാണ് കണ്ടതെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ PG ജോസഫിനെ പോയി കാണാത്തത് എന്നൊക്കെ പറഞ്ഞുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുകയും 74%, 78% ഇവിടെ ഒരു വിലയില്ലേ, അത് പകരം ഇവിടെ 17% വരുന്ന ക്രിസ്ത്യൻസിനൊരു വിലയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ വിഭജനത്തിൻ്റെ വിഭാഗീയതയുടെ ഒരു രാഷ്ട്രീയമാണ് പയറ്റിയത്. ഏതാണ്ട് ഇപ്പോൾ BJP പറയുന്ന അതേ നാക്കിൽ അതേ വാക്കുകളിൽ തന്നെ CPM-ഉം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും നേതാവൊക്കെ സംസാരിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അങ്ങേയറ്റത്തെ
വിഭാഗീയത ഉണ്ടാക്കാനുള്ള 2 പരസ്യങ്ങൾ കൂടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് CPM കൊടുത്തിരിക്കുന്നു. CPM-ൻ്റെ ഏതാണ്ട് ഒളിച്ചു കടത്തുന്ന പരിപാടി മാറ്റിയിട്ട് ഇപ്പം നേരെ കടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ BJP-യുടെ ഒക്കെ ഒരു ബി ടീമായി CPM ഇവിടെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. BJP-ക്കെതിരെ വലിയ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതെ കോൺഗ്രസിനെ അടിക്കാൻ എല്ലാ വടികളും നോക്കുകയും കോൺഗ്രസിന് പിരായരി പഞ്ചായത്തിലൊക്കെ കിട്ടാവുന്ന വലിയ മെജോറിറ്റി അവരെ രക്ഷപ്പെടുത്തുമെന്നറിയാവുന്നതുകൊണ്ട് ആ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പണിയാണ് CPM ഈ പരസ്യത്തിലൂടെ എടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി മിതമായി ഇത് രഹസ്യമായിട്ടൊക്കെയാണ് പലപ്പോഴും ചില ലഘുലേഖകളൊക്കെ ആളുകൾ വീട്ടിലെത്തിക്കുകയും രഹസ്യമായി പേരില്ലാത്ത ലഘുലേഖകളൊക്കെ വീട്ടിലെത്തിക്കുകയും ചെയ്തെങ്കിൽ ഇത് ഒഫീഷ്യലി ഔദ്യോഗികമായി ഈ 2 പത്രങ്ങളിൽ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം ഇത് കൊടുത്തതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. വൃത്തികേടാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളും അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളും ഹിന്ദു സമുദായത്തിലെ ആളുകളുമൊക്കെ വളരെ ചെറിയൊരു വിഭാഗത്തിനെങ്കിലും മാറ്റി കിട്ടിയാൽ അത് ഗുണം ചെയ്യുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഒരു വലിയ മതേതര മനസ്സുകൾ അല്ലെങ്കിൽ മതേതരമായി ചിന്തിക്കുന്ന ആളുകൾ ഇതിൻ്റെയൊക്കെ ദുഷ്ടലാക്ക് മനസ്സിലാക്കുകയും അവർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരെ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ തന്നെ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ 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 ഉത്കണ്ഠയുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് കൂടി നമുക്ക് കാത്തിരിക്കാം. 23-ാം തീയതി റിസൾട്ട് മറ്റൊന്നാണെങ്കിൽ കേരളം വലിയ അപകടത്തിലേക്കാണ് പോകാനിരിക്കുന്നത്.